ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ പലർക്കും ഉള്ള ഒരു കൺഫ്യൂഷനാണ് ദർ വിൽ ബി ഉപയോഗിക്കണോ ഇറ്റ് വിൽ ബി ഉപയോഗിക്കണോ എന്ന്. പല ആളുകൾക്കും അത് കൺഫ്യൂഷൻ തന്നെയാണ്. ഇന്നത്തെ ലെസണിൽ ആ ഒരു കൺഫ്യൂഷൻ മാറ്റുക എന്നതാണ് ഉദ്ദേശം. ദർ വിൽ ബി എവിടെ ഉപയോഗിക്കും, ഇറ്റ് വിൽ ബി എവിടെ ഉപയോഗിക്കും എന്ന് ശ്രദ്ധിക്കുക. ദർ വിൽ ബി ഉപയോഗിക്കുന്നത് ഫ്യൂച്ചറിലെ ഒരു എക്സിസ്റ്റൻസ് കാണിക്കുന്നതിനാണ്. ഇപ്പോൾ നാളെ ഒരു മീറ്റിംഗ് ഉണ്ടാകും. വളരെ കോൺഫിഡൻസോടുകൂടി നമ്മൾ പറയുകയാണ് നാളെ ഒരു മീറ്റിംഗ് ഉണ്ടാകും. ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളതിൻ്റെ ഒരു എക്സിസ്റ്റൻസ്, അങ്ങനെ ഒരു കാര്യം ഉണ്ടാകും എന്നാണ് പറയുന്നത്. ദർ വിൽ ബി എ മീറ്റിംഗ് ടുമാറോ. ദർ വിൽ ബി എ മീറ്റിംഗ്. നോക്കുക, ദർ വിൽ ബി കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത് ഒരു നൗൺ ആണ്. എ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ അതൊരു നൗൺ ആണല്ലോ. ദർ വിൽ ബി എ ലോട്ട് ഓഫ് ഫുഡ് അറ്റ് ദ പാർട്ടി. പാർട്ടിയിൽ ഒരുപാട് ഫുഡ് ഉണ്ടാകും, ഒരുപാട് ഭക്ഷണം, പല ഐറ്റംസൊക്കെ ഉണ്ടാകും എന്നാണ്. ദർ വിൽ ബി എ ലോട്ട് ഓഫ് ഫുഡ് അറ്റ് ദ പാർട്ടി. ദർ വിൽ ബി എ സ്റ്റോം ടു നൈറ്റ്. ഇന്ന് രാത്രി ഒരു കൊടുങ്കാറ്റ് ഉണ്ടാകും. ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എ സ്റ്റോം ഈസ് എക്സ്പെക്റ്റഡ്. എക്സ്പെക്റ്റേഷനാണത് നമുക്ക്. ദർ വിൽ ബി എ ലോട്ട് ഓഫ് ട്രാഫിക് ഓൺ ദി ഹൈവേ. ഹൈവേയിൽ ഒരുപാട് ട്രാഫിക് ഉണ്ടാകും. ഇത് നമ്മൾ ഒരു പ്രഡിക്ഷൻ പോലെ പറയുന്നതാണ്, ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യം. ദർ വിൽ ബി എ ലോട്ട് ഓഫ് ട്രാഫിക് ഓൺ ദ ഹൈവേ. ഇവിടെയൊക്കെ ദർ വിൽ ബി കഴിഞ്ഞിട്ട് ഒരു നൗൺ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്യൂച്ചർ ഈവൻറ്റ്സ്, സിറ്റുവേഷൻസ്, കണ്ടീഷൻസ് ഒക്കെ പറയുന്നതിന് നമുക്ക് ഇത് ഉപയോഗിക്കാം. ചില കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു, ചില കാര്യങ്ങൾ അത് നമ്മുടെ ഒരു പ്രഡിക്ഷൻ പോലെ പറയുന്നു. അവിടെയൊക്കെ ദർ വിൽ ബി ഉപയോഗിക്കാം. ദർ കഴിഞ്ഞിട്ട് ഒരു അപ്പോസ്ട്രഫി എഴുതി എൽ എൽ എന്നെഴുതിയാൽ ദർ വിൽ ബി അതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആയി. ഇനി നമുക്ക് ദർ വിൽ ബി എന്നതിൻ്റെ നെഗറ്റീവ് ഫോമും ആകാം. ദർ വിൽ നോട്ട് ബി അതിൻ്റെ ഷോർട്ട് ഫോം ആണെങ്കിൽ ദർ വോണ്ട് ബി. വിൽ നോട്ട് ബി എന്നതിൻ്റെ ഷോർട്ട് ഫോം വോണ്ട് ബി എന്നാണ്. അപ്പോൾ ദർ വോണ്ട് ബി അത് നെഗറ്റീവ് ഫോമാണ്, അതും നമുക്ക് ഉപയോഗിക്കാം. ദർ വോണ്ട് ബി എനി ക്ലാസ്സസ് ടുമാറോ. നാളെ ഒരു ക്ലാസ്സസും ഉണ്ടാകില്ല. ദർ വോണ്ട് ബി ടൈം ടു ഫിനിഷ് ദ പ്രോജക്റ്റ്. പ്രോജക്റ്റ് ഫിനിഷ് ചെയ്യാൻ, പ്രോജക്റ്റ് അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ തീർക്കാൻ സമയം ഉണ്ടാവില്ല. ദർ വോണ്ട് ബി ഇനഫ് ടൈം ടു ഫിനിഷ് ദ പ്രോജക്റ്റ്. ആവശ്യത്തിനുള്ള സമയം ഉണ്ടാകില്ല. ഇനി ക്വസ്റ്റ്യൻ ഫോം ആകാം. അപ്പോൾ വിൽ ദർ ബി. വിൽ ദർ ബി എ മീറ്റിംഗ് ടുമാറോ. നാളെ ഒരു മീറ്റിംഗ് ഉണ്ടാകുമോ? വിൽ ദർ ബി ട്രാഫിക് ഓൺ ദ ഹൈവേ. ഹൈവേയിൽ ട്രാഫിക് ഉണ്ടാകുമോ? വിൽ ദർ ബി. ക്വസ്റ്റ്യൻ ഫോമായപ്പോൾ അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഇറ്റ് വിൽ ബി. ഇറ്റ് വിൽ ബി എങ്ങനെ ഉപയോഗിക്കും? ഇറ്റ് വിൽ ബി കഴിഞ്ഞാൽ നമുക്ക് നൗൺ മാത്രമല്ല അഡ്ജക്റ്റീവ് ഉപയോഗിക്കാം. ഇത് ഫ്യൂച്ചർ, ഒരു സ്റ്റേറ്റ്, ഒരു കണ്ടീഷൻ, ഐഡൻറ്റിറ്റീസ് ഒക്കെ പറയുന്നതിനാണ്. ഇറ്റ് വിൽ ബി റെയിനി ടുമാറോ. ഓ, നാളെ റെയിനി ആയ ഒരു ദിവസമായിരിക്കും. ആ ഒരു ദിവസം എങ്ങനെയായിരിക്കും, അതിൻ്റെ ഒരു കണ്ടീഷൻ അതാണ് പറയുന്നത്. ഇറ്റ് വിൽ ബി റെയിനി ടുമാറോ. ഇറ്റ് വിൽ ബി ആണ്, ദർ വിൽ ബി അല്ല. ദർ വിൽ ബി ആയിരുന്നെങ്കിൽ ദർ വിൽ ബി റെയിൻ ടുമാറോ. മഴ ഉണ്ടാകും. ദർ വിൽ ബി റെയിൻ നൗൺ ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഇറ്റ് വിൽ ബി റെയിനി ടുമാറോ. നാളത്തെ ദിവസം ഒരു മഴയുള്ള ദിവസമായിരിക്കും എന്നാണ്. റെയിനി എന്ന് പറയുമ്പോൾ അത് അഡ്ജക്റ്റീവാണ്. റെയിനി, സണ്ണി എന്നൊക്കെ പറയില്ലേ. ഇറ്റ് വിൽ ബി ഹോട്ട് ഇൻ ഡൽഹി ഇൻ ജൂൺ. ജൂണിൽ ഡൽഹിയിൽ ഒരു ഹോട്ട് ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇറ്റ് വിൽ ബി ഹോട്ട്, ചൂടുള്ളതായിരിക്കും. ഹോട്ട് അഡ്ജക്റ്റീവാണ്. ഒരു ഫ്യൂച്ചർ വെതറിനെ പറ്റിയാണ് നമ്മളവിടെ പറയുന്നത്. ഇറ്റ് വിൽ ബി ഹോട്ട്. ഷോർട്ട് ഫോം എന്ന് പറയുമ്പോൾ ഇറ്റ് കഴിഞ്ഞ് അപ്പോസ്ട്രോഫി എഴുതി എൽ എൽ എഴുതുക. ഇറ്റ് വിൽ ബി. ഇതിൻ്റെയും നെഗറ്റീവ് ഫോംസ് ആകാം. ഇറ്റ് വിൽ ബി എന്നതിന് പകരം അതിൻ്റെ ഒരു വോണ്ട് ബി. ഇറ്റ് വോണ്ട് ബി ഈസി ടു ലേൺ എ ന്യൂ ലാംഗ്വേജ്. ഒരു പുതിയ ഭാഷ പഠിക്കുക എന്നത് ഇറ്റ് വോണ്ട് ബി ഈസി. അത് ഈസി ആയിരിക്കില്ല. ഇറ്റ് വോണ്ട് ബി ഈസി. ഈസി എന്നത് അഡ്ജക്റ്റീവാണ്. ഇറ്റ് വോണ്ട് ബി എ പ്രോബ്ലം. ഡോണ്ട് വറി. അതൊരു പ്രോബ്ലം ആയിരിക്കില്ല. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞിട്ട്
അതിനെപ്പറ്റി നമ്മൾ പറയുമ്പോൾ ഇറ്റ് വോണ്ട് ബി എ പ്രോബ്ലം, അതൊരു പ്രോബ്ലം ആയിരിക്കില്ല. നോക്കൂ, പ്രോബ്ലം അതൊരു നൗണാണ്. ഇറ്റ് വോണ്ട് ബി എ പ്രോബ്ലം, ഡോണ്ട് വെറി, അതുകൊണ്ട് വെറി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യം നമ്മൾ സംസാരിച്ച ഒരു കാര്യത്തെ പറ്റിയാണ്. അപ്പോൾ ഇറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. ക്വസ്റ്റ്യൻ ഫോമിലാണെങ്കിൽ ഉപയോഗിക്കാം വിൽ ഇറ്റ് ബി. വിൽ ഇറ്റ് ബി ഈസി, അത് ഈസി ആയിരിക്കുമോ, അത് ഈസി ആയിരിക്കുമോ. അത് എന്ന് പറയുന്ന വേറെ ഒരു കാര്യം നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, ഒരു എക്സാമിനെ പറ്റിയോ ഒരു ടെസ്റ്റിനെ പറ്റിയോ മറ്റോ. അപ്പോൾ വിൽ ഇറ്റ് ബി ഈസി, അത് ഈസി ആയിരിക്കുമോ. വിൽ ഇറ്റ് ബി എ പ്രോബ്ലം, അത് ഒരു പ്രോബ്ലം ആയിരിക്കുമോ. വിൽ ഇറ്റ് ബി നെസസറി, അത് ആവശ്യമായിരിക്കുമോ. മെയിൻ ഡിഫറൻസ് ദർ വിൽ ബി ആൻഡ് ഇറ്റ് വിൽ ബി പറയുമ്പോൾ ദർ വിൽ ബി എപ്പോഴും ഉപയോഗിക്കുന്നത് ഒരു എക്സിസ്റ്റൻസ്, ഫ്യൂച്ചറിൽ ഒരു കാര്യം എക്സിസ്റ്റൻസ്, ഒരു കാര്യത്തിൻ്റെ അസ്തിത്വം കാണിക്കുന്നതിനാണ്. അതേസമയം ഇറ്റ് വിൽ ബി ആണെങ്കിൽ ഒരു ഫ്യൂച്ചറിലെ ഒരു സ്റ്റേറ്റ് കാണിക്കുന്നതിനാണ്. ഒരു കാര്യം ഇങ്ങനെ ആയിരിക്കും, അതിൻ്റെ ഒരു സ്റ്റേറ്റ്, അതിൻ്റെ ഒരു കണ്ടീഷൻ ഇങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നതിനാണ്. ദർ വിൽ ബി എ പാർട്ടി ടുമാറോ, ദർ വിൽ ബി എ പാർട്ടി ടുമാറോ. ഇറ്റ് വിൽ ബി ഫൺ, ഒരു പാർട്ടി ഉണ്ടാകും, അത് എങ്ങനെയായിരിക്കും എന്നാണ് ഇറ്റ് വിൽ ബി ഫൺ. അതിൻ്റെ ഒരു ക്വാളിറ്റി എങ്ങനെയായിരിക്കും, ആ പാർട്ടി എങ്ങനെയായിരിക്കും എന്നാണ് അവിടെ പറയുന്നത്. ഇറ്റ് വിൽ ബി ഫൺ. ദർ വിൽ ബി എ പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു പാർട്ടി ഉണ്ടാകും, അതിൻ്റെ ഒരു എക്സിസ്റ്റൻസ് ആണ് പറയുന്നത്. അതേസമയം അതിൻ്റെ അതെങ്ങനെയുള്ളതായിരിക്കും എന്നാണ് പിന്നീട് പറയുന്നത്. ഇറ്റ് വിൽ ബി ഫൺ. ദർ വിൽ ബി എ മീറ്റിംഗ് അറ്റ് 5 PM. 5 PM ഒരു മീറ്റിംഗ് ഉണ്ടാകും. നോക്കൂ, ദർ ആണ് ഉപയോഗിച്ചത്. ഇറ്റ് വിൽ ബി ആൻഡ് ഇറ്റ് വിൽ ബി എബൌട്ട് ദ ന്യൂ പ്രോജക്റ്റ്. ആ പാർട്ടി എങ്ങനെയുള്ളതായിരിക്കും, ആ പാർട്ടിയുടെ നേച്ചർ എന്താവും എന്നാണ് പറയുന്നത്. ഇറ്റ് വിൽ ബി എബൌട്ട് ദ ന്യൂ പ്രോജക്റ്റ്. ന്യൂ പ്രോജക്റ്റിനെ പറ്റിയാവും ആ മീറ്റിംഗ്. ദർ വിൽ ബി ലോട്ട്സ് ഓഫ് പീപ്പിൾ അറ്റ് ദ കോൺസേർട്ട് ആൻഡ് ഇറ്റ് വിൽ ബി അമേസിങ്. ദർ വിൽ ബി എ ലോട്ട് ഓഫ് പീപ്പിൾ അറ്റ് ദ കോൺസേർട്ട്. കോൺസേർട്ടിൽ, സംഗീത കച്ചേരിയിൽ ഒരുപാട് ആളുകൾ ഉണ്ടാകും. പിന്നീട് പറയുന്നത് എന്താ, ഇറ്റ് വിൽ ബി അമേസിങ്, അത് നല്ല ഒരു അമേസിങ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു കോൺസേർട്ടിൻ്റെ ഒരു ക്വാളിറ്റി അതെങ്ങനെയുള്ളതായിരിക്കും എന്നാണ് പറയുന്നത്. ഇറ്റ് വിൽ ബി എന്ന് കഴിഞ്ഞിട്ട് പറയുന്നത് അതാണ്. ദർ വിൽ ബി എ ടെസ്റ്റ് ടുമാറോ ആൻഡ് ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. ദർ വിൽ ബി എ ടെസ്റ്റ് ടുമാറോ, ടെസ്റ്റ് ഉണ്ടാകും. ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്, അത് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഒരു ടെസ്റ്റ് നടക്കാനിരിക്കുന്നു, അത് എങ്ങനെയുള്ളതായിരിക്കും, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയായിരിക്കും, അതിൻ്റെ നേച്ചർ എന്തായിരിക്കും എന്നാണ് പിന്നീട് പറയുന്നത്. അപ്പോൾ ദർ വിൽ ബി ആൻഡ് ഇറ്റ് വിൽ ബി ഉപയോഗിക്കുന്നത് ഈസി ആയിട്ടുണ്ടാവും.